ഡയറി ഫാമിലെ നമ്മുടെ അരുമകളായിട്ടുള്ള നമ്മുടെ കറവ പശുക്കളെയാണ്, അതുപോലെ ചെനപ്പശുക്കളെയാണ്, നമ്മുടെ വിശേഷങ്ങളാണ്. അപ്പോ ഇത് നമ്മുടെ ഈ ആഴ്ചയിൽ വന്നിട്ടുള്ള ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പശുവാണ്. ഇത് രണ്ടാമത്തെ പ്രസവം. അപ്പൊ ചോദിക്കും രണ്ടാമത്തെ പ്രസവം എന്ന് പറയാൻ എന്താണ് കാരണം? കണ്ണും പൂട്ടി പറയാം. 6 പല്ല്, 8ാമത്തെ പല്ല് ഡോമിനന്റ് ആയിട്ടില്ല. ഡോമിനന്റ് ആയിട്ടുള്ള 6 പല്ലാണ് നിൽക്കുന്നത്. രണ്ടാമത്തെ പ്രസവത്തിൽപ്പെട്ട ഒരു പശുവാണ്. ഇതിന്റെ ഇനം വന്നിട്ട് ഹോൾസ്റ്റൈനില് ജേഴ്സിയുടെ ക്രോസ് വന്നിട്ടുള്ള നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പശുവാണ്. അപ്പൊ ഇങ്ങനെയുള്ള പശുക്കളെയാണ് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഈ എരിപൊരിയാണി വെയിലത്ത് പോലും ഞാൻ വിയർക്കുന്നില്ല, പശു ഈ പറഞ്ഞ അയക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള പശുക്കളാകുമ്പോൾ കേരളത്തിന്റെ ക്ലൈമറ്റിൽ സെറ്റ് ആവും, നമ്മുടെ കർഷകർക്ക് ഉപയോഗപ്രദമാവും. നമുക്ക് വീടുകളിൽ പാല് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള പാലാണ്, സൊസൈറ്റിക്ക് കൊടുത്താൽ റീഡിങ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പാല് ഉള്ള പശുക്കളെയാണ് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ സെയിൽ ചെയ്യുന്നത്. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പശുക്കൾക്ക് തൈലേറിയ, അനാപ്ലാസ്മ, ബബീഷിയോസിസ് ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുന്നുണ്ട്. നിമോണിയ കേസ് പലപ്പോഴും കർഷകരുടെ കയ്യിൽ നിന്ന് വരുന്ന ഒന്നാണ്. കാരണം അവർ കാൽസ്യം പോലത്തുള്ള ജെല്ലുകൾ കൊടുക്കുമ്പോൾ അത് ആസ്പിറേഷൻ ഉണ്ടാകുമ്പോഴാണ് ലങ്സിൽ പോയി കെട്ടിക്കിടന്ന് നിമോണിയ ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യും. അപ്പം നമ്മൾ രോഗങ്ങളെ കുറിച്ച് ഒരു അവയർനെസ് നമ്മൾ പല വീഡിയോസിലും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു കർഷകന് തമിഴ്നാട്ട് പശുവിനെ സുഖമായിട്ട് കൊണ്ടുപോകാം. തമിഴ്നാട് പശുക്കൾക്ക് ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്ന തമിഴ്നാട് പശുക്കൾക്കാണ് നല്ല പാല് കറവ കിട്ടുന്നത്. തമിഴ്നാട്ടിലെ പശുക്കൾ അവരുടെ തീറ്റയുടെ പഞ്ഞം കൊണ്ടാണ് പലപ്പോഴും പശുക്കൾ ഈ വാടിക്കൊഴിഞ്ഞിരിക്കുന്നത്. ഒരു മാസം കൊണ്ടുവന്ന് നമ്മുടെ തീറ്റയുമായിട്ട് ഇണങ്ങുമ്പോൾ പാലെന്ന് പറഞ്ഞാൽ ചറപ്പറ പാല, അപ്പുറം ഇപ്പുറം എന്ന് കറന്നാൽ പോലും പാല് തീരത്തില്ല. അത്രമാത്രം കറവയിൽ നമുക്ക് പാലെടുക്കാൻ പറ്റുന്ന പശുക്കളാണ് നമ്മുടെ തമിഴ്നാട്ടിലെ പശുക്കൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ആഴ്ചയിൽ വന്ന നല്ല സുന്ദരിയായിട്ടുള്ള തമിഴ് സുന്ദരി എന്ന് പറയുന്ന നമ്മുടെ ഈച്ചപ്പുള്ളിയുള്ള പശു. ഈച്ചപ്പുള്ളിയുള്ള പശു പൊതുവേ എനിക്ക് മുമ്പ് ഇഷ്ടമേ അല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അടുത്ത കാലമായിട്ട് എനിക്ക് നല്ല പാല് കിട്ടുന്നുണ്ട്. അറിഞ്ഞു വന്നിടത്തോളം ഇതിനേക്കാൾ നല്ലൊരു പശു വേറെ ഇല്ല. കാരണം നല്ല പാലാണ്, അത്യാവശ്യം നല്ല പാല് കട്ടിയുണ്ട്, നല്ല കറവ കിട്ടുകയും ചെയ്യും. നമ്മളിപ്പോൾ കർഷകരുടെ അടുത്ത് പാലിന്റെ അളവ് പറയാറില്ല, എങ്കിലും അവര് പ്രതീക്ഷിക്കുന്നേക്കാൾ 3-4 ലിറ്റർ പാല് തരാൻ സാധ്യതയുള്ള പശുക്കളാണ് ഇത്തരം പശുക്കൾ. ഇവർക്ക് ചൂട് താങ്ങാനുള്ള ശേഷിയുണ്ട്. അതുപോലെ തന്നെ പാലിന് അത്യാവശ്യം SNF റീഡിംഗ് ഉണ്ട്. ഇപ്പൊ ഇവള് വന്നിട്ട് ഇപ്പൊ രണ്ടാമത്തെ പ്രസവമാണ്. 6 പല്ല് നിരപ്പായി, 8ാമത്തെ പല്ല് നിരപ്പായിട്ടില്ല. ഇന്നലെ രാവിലെ പ്രസവിച്ചു. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാ, സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി, കറുത്തൊരു പെൺകുട്ടിയാ. നല്ല അകിട്, നല്ല പാൽഞരമ്പ് ഒക്കെ ഉള്ള തീറ്റയും കുടിയും സ്വഭാവവും ഒക്കെ കൊണ്ട് എല്ലാം കൊണ്ടും നല്ലതാണ്. ഒരുപാട് പേര് എനിക്ക് കമന്റിൽ ചോദിക്കുന്നുണ്ട്, ഈ തമിഴ്നാട്ടിൽ നിന്ന് പശുക്കളെ കൊണ്ടുവരുമ്പോൾ ഈ തൈലേറിയ വലിയൊരു പ്രശ്നമാണ്, അതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്, നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ഓരോ പശുക്കളെയും ഞങ്ങളുടെ ബ്ലഡിന്റെ റിസൾട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പശുക്കളെ തരുന്നത്. നിങ്ങൾ കൊണ്ടുചെന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞൊരു പ്രശ്നം നിങ്ങളെ ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പശുവിനെ മുൻനിർത്തി കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ ഓൾറെഡി കൊണ്ടുവരുന്ന എല്ലാ പശുക്കളുടെയും ബ്ലഡ് ഞാൻ ചെക്ക് ചെയ്ത് ഹീമോപ്രോട്ടോസോവൽ ഇൻഫെക്ഷൻ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് നിങ്ങളെ പോലുള്ള കർഷകർ വിളിക്കുമ്പോൾ ഞാൻ തരുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് പരിപൂർണ്ണ വിശ്വാസത്തോടുകൂടി എന്റെ എല്ലാ പെൺമക്കളെയും നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പൊ ഇതും നമ്മുടെ ഒരു സുന്ദരിയാട്ടോ. എല്ലാ സുന്ദരി എന്ന് പറയുന്നതല്ല, സുന്ദരിയായ സുന്ദരി എന്ന് പറയുന്ന ഇവളും രണ്ടാമത്തെ പ്രസവത്തിൽപ്പെട്ട സ്വിസ് ബ്രൗണിൽ ജേഴ്സി ക്രോസ് വരുന്ന നല്ലൊരു പശുവാണ്. നല്ല ആരോഗ്യമുള്ള, പ്രസവിക്കാൻ ഇനി ഏകദേശം ഒരാഴ്ചയേ ഉള്ളൂ. നിറച്ചെനയായിട്ടുള്ള പശു. തീറ്റയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, എന്ത് കൊടുത്താലും തിന്നും. പിന്നെ തമിഴ്നാട് പശുക്കൾക്ക് പൊതുവെ നിങ്ങൾ ചക്കയും കഞ്ഞിയും ഒന്നും കൊടുക്കാതിരിക്കുന്നത് നല്ലത്. കൊടുത്തു കഴിഞ്ഞാൽ ദഹനക്കേട് വന്നാൽ അടങ്ങി നിൽക്കണേ, ഒന്ന് അടങ്ങി നിൽക്കുക എന്ന് പറയട്ടെ. അപ്പോൾ നല്ല ആരോഗ്യമുള്ള, നല്ല അനുസരണമൊക്കെ ഉള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുവാണ്. വീട്ടമ്മമാർക്ക് നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഇതുപോലുള്ള പശുക്കളാണ് എപ്പോഴും നല്ലത്. 10 പൈസ സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഇന്നത്തെ കാലത്ത് പോയി ജോലിക്ക് നിന്ന് കഴിഞ്ഞാൽ ആരുടെയൊക്കെ വായിരിക്കുന്ന കേൾക്കണം? നമ്മുടെ വീട്ടിൽ 2 കന്നുകാലി വളർത്തി കഴിഞ്ഞാൽ ആരുടെയെങ്കിലും വായിരിക്കുന്ന കേൾക്കണോ? വേണ്ട. അപ്പോ ഇത് നമ്മളൊരാളുടെ, ഞാനും ഒരു മൈക്രോ ഫൈനാൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്, ട്യൂഷൻ സെന്ററിൽ ട്യൂട്ടറായിട്ട് പോയിട്ടുണ്ട്, ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് ജോലി. പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു വരുമാനം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ കാലത്തെ ലേഡീസിന്റെ ഒരു സ്വപ്നമാണ്. വീട്ടിൽ 2 പശുക്കളെ വളർത്ത്, ആരുടെയെങ്കിലും കാലി തരണോ? ആരെയും തരണ്ട. നമ്മുടെ കയ്യിൽ ഒരു 10 പൈസ ഉണ്ടാക്കണമെങ്കിൽ ഇന്നത്തെ കാലത്ത് ആരെയും ആശ്രയിക്കാതെ കന്നുകാലി പരിപാലനത്തിൽ കൂടി മാത്രമേ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ ഇതുപോലുള്ള പശുക്കളാകുമ്പോൾ അസുഖവും വളരെ കുറവായിരിക്കും. നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനും ഒക്കെ ഉള്ള ഒരു ഉപജീവന മാർഗമായി തീരുക തന്നെ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള പശുക്കളെ വേണ്ടവർ നമ്മുടെ കൊല്ലം ജില്ലയിൽ പരവൂർ ഉള്ള മാവിൻമൂട്ടിലുള്ള വിഷ്ണു VS ഡയറി ഫാമോട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ വിഷ്ണു VS ഡയറി ഫാമിലെ നമ്മുടെ അരുമകളായിട്ടുള്ള നമ്മുടെ കറവ പശുക്കളെയാണ്, അതുപോലെ ചെനപ്പശുക്കളെയാണ്, നമ്മുടെ വിശേഷങ്ങളാണ്. അപ്പൊ വീഡിയോ എല്ലാവർക്കും എല്ലാം തെറ്റിപ്പോവുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മുടെ വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ പിന്നീട് വരുന്ന ഓരോ ലോഡിലെ പശുക്കളും പശുക്കളുടെ വില നിലവാരങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.